കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിർത്തിയിൽ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ റോബോട്ടുകളായ സൈനികരെ ചൈന വിന്യസിക്കാൻ പോകുന്നു എന്നൊരു വലിയ വാർത്തയായിരുന്നു. അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചൊരു വാർത്തയായിരുന്നു. ഇതിന് മറുപടി എന്നോണം കഴിഞ്ഞ ദിവസം പൂനെയിൽ നടന്ന 77ാമത് സൈനിക ദിനാഘോഷത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ സൈന്യം റോബോട്ട് ഡോങ്കികളെ അവതരിപ്പിച്ചിരിക്കുന്നു. ക്വാഡ്രൂപ്പെഡൽ അൺമാൻഡ് ഗ്രൗണ്ട് വെഹിക്കിൾ എന്ന് അറിയപ്പെടുന്ന ഈ റോബോട്ട് ഡോങ്കികൾ ഒരേ സമയം തന്നെ കവർ കഴുതകളുടെ പണിയും ഒപ്പം ആധുനികമായ രീതിയിലുള്ള ഒരു സൈന്യത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയിൽ ആണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എയറോക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അസാധാരണമായ സാഹചര്യങ്ങളിൽ ഇത് പ്രവർത്തിക്കും. മലയോരം, കുത്തനെയുള്ള കയറ്റം, ഇറക്കം, -40°C മുതൽ ഏറ്റവും ഉയർന്ന താപനിലയായ 55°C വരെയുള്ള കാലാവസ്ഥയിൽ സുഗമമായി ഇത് പ്രവർത്തിക്കും. 15 കിലോഗ്രാം വരെയുള്ള ആയുധങ്ങൾ ഇത് ചുമക്കും, ഇല്ലെങ്കിൽ അതിൽ ശേഖരിക്കാനും ഇല്ലെങ്കിൽ കൊണ്ടു നടക്കാനും അതിന് കഴിയും. 20 മണിക്കൂർ നിർത്താതെ പ്രവർത്തിക്കാൻ കഴിയും. 360 ക്യാമറയുണ്ട്, ഒപ്പം തന്നെ സെൻസറുണ്ട്. പെട്ടെന്നുള്ള ആക്രമണം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ റോബോട്ടിനുണ്ട്. അപകട സാധ്യത ഉള്ള ഇടങ്ങളിൽ സൈന്യത്തിന് പകരം ഉപയോഗപ്പെടുത്തുകയാണ് ഇവയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ബോംബ് നിർവീര്യമാക്കാനും മറ്റും കഴിവുള്ള റോബോട്ട് ഡോങ്കികളാണ്. അതായത് മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വഴികളിലൂടെയും ഇല്ലെങ്കിൽ അത്തരം ഇടങ്ങളിൽ ഇത്തരം റോബോട്ട് ഡോങ്കികൾ അല്ലെങ്കിൽ യന്ത്രത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കോവർ കഴുതുകളെ കടത്തി വിട്ടുകൊണ്ട് അവിടെ അക്രമകാരിയെ തിരിച്ചറിയാനും തിരിച്ചടി നൽകാനുമൊക്കെ കഴിയും. ഏതായാലും കഴിഞ്ഞ ദിവസം അന്തർദേശീയ തലത്തിൽ വന്ന വാർത്ത ചൈനയുടെ റോബോട്ടിക് സൈനികരാണെങ്കിൽ ഇത് ഇന്ത്യയുടെ റോബോട്ട് ഡോങ്കികളാണ് ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഏതായാലും കാലം മാറുന്നതനുസരിച്ച് സൈന്യത്തിലും ഒപ്പം തന്നെ സൈനിക രംഗങ്ങളിലെ അതിനൂതനമായ ആശയങ്ങൾ സിനിമയെ വെല്ലുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഭാവിയിലെ യുദ്ധം ആളില്ലാത്ത ഒരു രീതിയിലേക്ക് മാറിയാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.